ലോകേഷ് നായകനാകുന്ന DC എന്ന ചിത്രത്തിലെ വിഴികളെ എന്നൊരു സോങ് റിലീസ് ചെയ്തിട്ടുണ്ട്. അനിരുദ്ധിന്റെ ആണ് മ്യൂസിക്. കേട്ടോക്കാം വാ. സ്ലോ പോയിസൺ ആവാൻ സാധ്യത കൂടുതലെന്നാണ് തോന്നുന്നത് കേട്ടിട്ട്. ഐ എം ഇംപ്രസ്ഡ്. എനിക്ക് വേറെ ഒന്നും കേൾക്കാറുണ്ട്, കേൾക്കുമ്പോ തന്നെ ഇഷ്ടം കൂടി പൊളിയുന്ന വരികയാണ്. എന്ത് വോയിസടാ. ഓ, മിക്കവാറും ആരെങ്കിലും സ്വാമിക വല്ല വിട്ടു പോകുമ്പോഴാ പാടണായിരിക്കും. നിന്റെ വോയിസടാ. പൊന്നോ, ഇതെന്തോന്നടാ. ഇത് ഒരു ഒരു ആൽബം മുഴുവൻ ഇങ്ങനെ ഇങ്ങനെ കത്തിക്കാൻ പറ്റൂ ഒരു മ്യൂസിക് ഡയറക്ടറിന്. വിഴികളെ വിവരാതെ, ആ ഒരു വോയിസ്, ആ ഒരു ഹമ്മിങ്, ആ ഒരു ചെറിയൊരു സൂത്തിങ് ആയിട്ട് ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ പാടി വിടുന്ന അതൊരു വളരെ ലാഘവത്തോടെയാണ് പാടി വിടുന്നത്. ഒരു രക്ഷയില്ലടാ. അത് എനിക്ക് തോന്നുന്നു ഇതൊരു ഫീലിംഗ് സിറ്റുവേഷൻ. ആ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാവും. വാമിക വല്ല വിട്ടു പോകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങളോ അങ്ങനെ അല്ല എന്തെങ്കിലും പറ്റുമ്പോ ആ ഒരു ഫീലിംഗ് ഇമോഷണൽ സമയത്ത് എടുത്ത് ഇടും. ആ ഒരു ടൈമിൽ ഒരു കിടിലൻ ആ ഒരു ഇമോഷൻ നമുക്ക് കിട്ടാൻ സാധ്യതകളൊക്കെ കൂടുതലാണ്. ആ ഒരു വോയിസ് കണ്ടിട്ട് എന്തിനാ എന്തിനാ സ്ലോ ആയിട്ട്. എടാ എന്തിനാടാ ഇത്രയും. എടാ ഇത് എടാ എന്തുവാടാ ഈ ആൽബത്തിൽ പടച്ചു വിട്ടേക്കുന്നത് അനിരുദ്ധ്. ഒന്നിനൊന്ന് മിച്ചം, ഒന്നിനൊന്ന് ലൂപ്പിൽ പോയിക്കൊണ്ടേയിരിക്കണ്, ഒന്നിനൊന്ന് ട്രെൻഡ് ആയിക്കൊണ്ടേയിരിക്കണ്, ഒന്നിനൊന്ന് വൈറലായിക്കൊണ്ടേയിരിക്കണ്, ഒന്നിനൊന്നിന് ഇഷ്ടം കൂടിക്കൊണ്ടേയിരിക്കണ്. മാസ് സാധനങ്ങൾ വരുന്ന്, ട്രാൻസിഷൻ സാധനങ്ങൾ വരുന്ന്, ലവ് സാധനങ്ങൾ വരുന്ന്, ഇമോഷണൽ സാധനങ്ങൾ വരുന്ന്, സാഡ് സാധനങ്ങൾ വരുന്ന്, ലവ് സാധനങ്ങൾ, റൊമാൻറ്റിക് എല്ലാം വരുന്നത്. ഇത് വിഴികളെ അത് പക്ഷേ ടു ബി ഓണസ്റ്റ് ഈ ഒരു പാട്ട് വലിയൊരു പാട്ടായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവാണ്. അതായത് ഇതിപ്പോ 2 മിനിറ്റേ ഉള്ളൂ. ഒരു 4 മിനിറ്റ് പാട്ടിൽ കുറച്ചുകൂടെ ലിറിക്സ് ഒക്കെ ചേർത്ത് കുറച്ചുകൂടെ അനിരുദ്ധിന്റെ വോയിസിൽ കുറച്ചുകൂടെ ലെങ്തി ആയിട്ട് ഇത് വന്നെങ്കിലോ എന്ന് ഞാൻ ആലോചിച്ചു പോവുകയാണ്. വിഴികളെ നീ മറയാതെ ഉന്നിഴൽ തരും, അത് ആ വോയിസ്, ആ ഹമ്മിങ്, ആ ഒരു സ്മൂത്ത് ആയിട്ട് അങ്ങ് പാടി വിടുകയാണ് അനിരുദ്ധ്. ഒരു രക്ഷയില്ല. അത് സത്യം പറയാണ്, ഞാൻ വീണ്ടും പറയാണ്, ആൽബം ഓഫ് ദ ഇയർ ആണ് ഈ DC പടത്തിലെ കോളിവുഡിലെ. കാരണം എല്ലാ പാട്ടും ഒന്നിനൊന്ന് മിച്ചം, ഓരോന്നും ലൂപ്പിൽ വരികയാണ്, ഓരോന്നും ട്രെൻഡിങ്, എല്ലാം കേട്ടുകൊണ്ടിരിക്കാനേ തോന്നുന്നു. അതിപ്പോ വോയിസ് ആവട്ടെ, ബീറ്റ് ആവട്ടെ, മ്യൂസിക് ആവട്ടെ, എല്ലാം ഒരു രക്ഷയില്ല. ഒരു സൈഡിൽ നിന്ന് ഹോളിവുഡ് സ്റ്റഫായിട്ട് വരുമ്പോ ഒരു സൈഡിൽ നിന്ന് ഒരു ക്ലാസിക്കൽ രാഗ താളം വരുന്ന സാധനങ്ങളൊക്കെ, അതൊരു ട്രെൻഡിങ്, ഒരു വെറൈറ്റി സാധനം, ഒരു കേൾക്കാനിരിക്കാൻ തോന്നുന്നു, കേട്ടോണ്ടേ ഇരിക്കാൻ. ഇതെന്താ ഇത്. സത്യം പറഞ്ഞാല് നിങ്ങൾ ഈ പാട്ട്
ഇപ്പൊ ഒരു ബ്രേക്കപ്പ് ടൈമിലാണ് ഇരിക്കണമെന്നൊക്കെ ഇതൊന്നും കേൾക്കരുത് കേട്ടോ. സത്യമായിട്ട് ഫീൽ ആവും. കാരണം അത് കേൾക്കുമ്പോ തന്നെ വിഴികളെ നീ മറയാതെ, അങ്ങനെ അത് കേൾക്കുമ്പോ തന്നെ അത് ഫീൽ ആവും. സത്യം നമുക്ക് നമുക്ക് ആ മറഞ്ഞു പോയ ആളുടെ ഒരു മുഖം എന്തായാലും ഓർമ്മ വരും. ഇത് ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഒറ്റയ്ക്ക് കിടക്കാനൊക്കെ പോകുമ്പോൾ ഈ പാട്ട് കേൾക്കരുത് കേട്ടോ. സത്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള ഇഷ്ടമുള്ളവർ നിങ്ങളെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഫീൽ ആവും, ഇമോഷണൽ ആവും. കാരണം അങ്ങനെയാണ് പാടി വെച്ചിരിക്കുന്നത്. ആ ഒരു സ്മൂത്ത് ആയിട്ട് ആ ഒരു വോയിസ് കണ്ടോ. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു മാസ് സൈഡ് എന്തായാലും ഉണ്ട്, അതിൽ വേറെ സംശയമൊന്നുമില്ല. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഗെത്ത് സൈഡ് എന്തായാലും ഉണ്ട്, അതിൽ സംശയമില്ല. ഒരു കുത്തു സോങ് സൈഡ് ഉണ്ട്. ബട്ട് അനിയുടെ ഒരു മെലഡി സൗണ്ട് ഉണ്ട്, അനിയുടെ ഒരു മെലഡി സൈഡ് ഉണ്ട്. മെലഡിയിൽ അനിരുദ്ധ ഒരു കിടിലൻ സാധനങ്ങൾ പടച്ചുവിട്ട ഒരു മ്യൂസിക് ഡയറക്ടർ കൂടെയാണ്. അത് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതൊരു ഫുൾ സോങ് ആയിട്ട് ഒരു 4 മിനിറ്റ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ കിട്ടില്ലായിരുന്നെങ്കിൽ എന്തുമാത്രോടാ പാടി വെച്ചേക്കുന്നത്. ഒരു പടത്തിൽ എത്ര മ്യൂസിക്കുകളായിട്ടും ആൽബത്തിൽ ഒരു പാട്ട് ട്രെൻഡിങ് ആക്കാൻ പറ്റും, ആൽബം മുഴുവനും ട്രെൻഡിങ് ആക്കാൻ പറ്റുമെങ്കിൽ അതിന് അനിരുദ്ധി എന്നടാ വേണം.